വലിയ താരങ്ങളുടെയൊക്കെ തന്നെയും വിവാഹങ്ങൾ നടക്കുമ്പോൾ അവിടെ ഗുരുവായൂർ ക്ഷേത്രനട ഗംഭീരമായി ഒരുങ്ങാറുണ്ട്. മുൻപ് പല വലിയ താരങ്ങളുടെയും അതുപോലെ ബിസിനസ് ആളുകളുടെയും ഒക്കെ വിവാഹം നടക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് താലികെട്ട് മാത്രമാണ് ഉണ്ടെങ്കിലും നടപ്പാത മുഴുവൻ തന്നെ ഏകദേശം 1 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങൾ ചെയ്യാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ജയറാമിന്റെ മകളുടെ വിവാഹത്തിനും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതുപോലെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം. എന്നാൽ ആ വിവാഹത്തിന് ഇത്തരത്തിൽ ആഡംബരമൊന്നുമില്ലായിരുന്നു. വളരെ ലളിതമായി തന്നെയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രനട ഉണ്ടായിരുന്നത്. പ്രധാനമന്ത്രി വരുന്ന ചടങ്ങായിട്ട് പോലും വലിയ ഒരുക്കങ്ങളൊന്നുമില്ലാതെ, ഒട്ടും ആഡംബരമില്ലാതെ ആയിരുന്നു സുരേഷ് ഗോപി മകളെ വിവാഹം കഴിപ്പിച്ചത്. എന്നാൽ ജയറാം അങ്ങനെ ആകില്ല എന്നും കുട്ടികളുടെ ആഗ്രഹപ്രകാരം തന്നെയായിരിക്കും എല്ലാം ചെയ്യുകയെന്നും അതുകൊണ്ടാണ് വിവാഹ നിശ്ചയം പോലും ഒരു റിസോർട്ടിൽ വെച്ച് നടത്തിയതെന്ന് പറയുന്നു. പക്ഷേ പരമ്പരാഗത രീതിയിലൊന്നും തന്നെ മാറ്റുന്നില്ല എന്നും പരമ്പരാഗത രീതിയിൽ എങ്ങനെ വിവാഹം നടക്കണമോ അതേ രീതിയിൽ തന്നെ ജയറാമും പാർവതിയും നടത്തുമെന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗത കേരളത്തിന്റെ രീതിയിലുള്ള ഒരു തനി ഹിന്ദു വെഡിങ് തന്നെയായിരിക്കും നാളെ അരങ്ങേറാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു താരപുത്രിയാണ് മാളവിക. ശരിക്കും പറഞ്ഞാൽ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും പരസ്യ ചിത്രങ്ങളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ഒക്കെ മാളവിക പ്രശസ്തിയിലേക്ക് എത്തി. ഒരു താരപുത്രി എന്ന നിലയിൽ താരജാടയൊന്നുമില്ലാതെ എല്ലാവരോടും സംസാരിക്കാനും എല്ലാ കാര്യങ്ങൾ തുറന്നു പറയാനും ശ്രമിക്കുന്ന മാളവിക പ്രേക്ഷകർക്ക് പണ്ട് മുതലേ പ്രിയങ്കരിയാണ്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള മാളവികയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകരെന്ന് പറയാം. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ആശംസകളുമായി എത്തുന്നത്. നാളെ വിവാഹം നടക്കാൻ പോകുന്ന നവനീതിനും മാളവികയ്ക്കും ആശംസകൾ അറിയിക്കാൻ ഇന്നേ ഗുരുവായൂരിൽ തിരക്കാണ്. താരങ്ങളൊക്കെ തന്നെയും ഗുരുവായൂരിൽ എത്തിക്കഴിഞ്ഞുവെന്നും അറിയാൻ സാധിക്കുന്നു. പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലും തമിഴ് സിനിമയിലും അടക്കം സാന്നിധ്യം തെളിയിച്ചിട്ടുള്ള ഒരു നടനാണ് ജയറാം. ഇപ്പോൾ തമിഴിലും മലയാളത്തിലും മാത്രമല്ല മറ്റുള്ള ഇൻഡസ്ട്രികളിലും തിളങ്ങി നിൽക്കുന്നത് കൊണ്ട് ഒരു താരനിബിഡമായ വിവാഹം തന്നെയായിരിക്കും നാളെ നടക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം വെച്ച് തന്നെയാണ് എല്ലാവരും ചക്കിയുടെ വിവാഹവും ഇനി കാണാൻ പോകുന്നത്. ഭാഗ്യ വളരെ സിമ്പിൾ ആയിരുന്നുവെങ്കിലും പക്ഷെ താരനിബിഡമായിരുന്നു വിവാഹം എന്നാണ് പ്രേക്ഷകർ എടുത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ജയറാമിന്റെ മകളുടെ വിവാഹവും അങ്ങനെ ആയിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും അടക്കമുള്ള മലയാളത്തിലെ വൻനിര താര തന്നെ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഭാഗ്യയുടെ വിവാഹം കാണാനും താലികെട്ട് കാണാനും എത്തിയിരുന്നു. അങ്ങനെ ഒരു കാഴ്ച അധികമൊന്നും പ്രേക്ഷകർ കണ്ടിട്ടില്ല. എന്നാൽ അത് കണ്ടതിന്റെ സന്തോഷം അന്ന് പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അതുപോലൊരു വിവാഹമായിരിക്കുമോ ഇനി ഇവിടെ നടക്കാൻ പോകുന്നതെന്നുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകർ തന്നെ പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഇതുവരെ ആരൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പ്രേക്ഷകർക്ക് പക്ഷെ വലിയ ആകാംക്ഷയാണ് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു വിവാഹമായിരിക്കുമെന്നത്. കാരണം ജയറാം പതിറ്റാണ്ടുകളായി സിനിമയ്ക്കകത്തും പുറത്തും സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. പാർവതി ആയാലും സിനിമയിൽ നിന്ന് വാർന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സിനിമയിലെ നിരവധി താരങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് പ്രേക്ഷകർക്ക്. എന്തായാലും മമ്മൂട്ടി, മോഹൻലാലും ദിലീപും ഒക്കെ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളതെന്ന് പറയാം. ഏതൊക്കെ താരങ്ങൾ എത്തിയെന്നും കല്യാണ ആഘോഷങ്ങൾ എവിടെ വരെ എത്തിയെന്നൊക്കെ ഇനി തന്നെ അറിയാൻ സാധിക്കുമെന്നും മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ചക്കീത വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ള ആകാംക്ഷ സോഷ്യൽ മീഡിയയിലൊക്കെ എത്തിക്കഴിഞ്ഞുവെന്നും പ്രേക്ഷകർ ഏറ്റെടുത്തുവെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.